ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ഷെയർസ് ഏതുണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഷെയർസ് കണ്ടുപിടിക്കാനുള്ള 5 മെത്തേഡ്സ്. ഒന്ന്, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ഓരോ വസ്തുക്കളുടെ പുറകിലും ഓരോ കമ്പനികളുണ്ട്. എന്നും പറഞ്ഞ് നമ്മൾ രാവിലെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന പറഞ്ഞു പോയി കോൾഗേറ്റിൻ്റെ കമ്പനിയോ അല്ലെങ്കിൽ നമ്മൾ ലൈബോയ് ഉപയോഗിക്കുന്ന പറഞ്ഞുകൊണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഷെയർസോ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കമ്പനികളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ PG&ന്റെ ഗ്യാസ് സ്റ്റവ് പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PG&ന്റെ തന്നെ പുതിയ പ്രൊഡക്റ്റുകളായിട്ടുള്ള എയർ ഫ്രയർ, ഓവനുകൾ, ഇലക്ട്രിക് ചിമ്മിനികളൊക്കെ നമ്മൾ സ്റ്റൗ ക്രാഫ്റ്റ് എന്നുള്ള ബ്രാൻഡ് പേരിൽ കാണാറുണ്ട്. ആ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 1000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ചെറിയ കമ്പനികൾ വളർന്ന് വലുതാകുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് റിട്ടേൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ നോക്കി പഠിക്കുക. 2, സ്ക്രീൻ ചെയ്തെടുക്കുക. ടെക്നിക്കലി സ്ക്രീൻ ചെയ്തെടുക്കുക. 200 DMA മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഷെയർസ്, വീക്ക്ലി ചാർട്ടിൽ സൂപ്പർ ട്രെൻഡ് ബ്രേക്ക്ഔട്ട് തരുന്ന ഷെയർസ്, അല്ലെങ്കിൽ നമുക്ക് ഫണ്ടമെന്റലി സ്ക്രീൻ ചെയ്യാം 20% ഇയർലി ഗ്രോത്ത് റേറ്റ് തരുന്ന കമ്പനികൾ, 20% റിട്ടേൺ ഓൺ എക്വിറ്റി ഉള്ള കമ്പനികൾ, ഡെറ്റ് ടു എക്വിറ്റി റേഷ്യോ വളരെ കുറഞ്ഞ കമ്പനികൾ, പ്രൊമോട്ടർ ഹോൾഡിംഗ് 50% മുകളിലുള്ള കമ്പനികൾ, അങ്ങനെ പല മെട്രിക്സ് വെച്ച് സ്ക്രീൻ ചെയ്തെടുത്ത കമ്പനികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. 3, ടോപ്പ് ഡൗൺ അപ്രോച്ച്. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു. മാക്രോസിൽ നിന്ന് താഴോട്ട് സെക്ടറിലോട്ട് വരുന്നു, കമ്പനിയിലോട്ട് വരുന്നു. ഉദാഹരണം, നമ്മുടെ ബഡ്ജറ്റിൽ ഡിഫൻസ് സെക്ടറിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡിഫൻസ് സെക്ടറിലോട്ട് ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡ്സിന്റെ വാല്യൂഷൻ എവിടെ കിടക്കുന്നു, എന്നിട്ട് ആ കമ്പനിയെ കുറിച്ച് പഠിക്കാം. 4, ബോട്ടം അപ്പ് അപ്രോച്ച്. നമ്മൾ താഴേന്ന് വരുന്നു. ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഒരു ടെയിൽ വിൻഡ്, അതിൽ നിന്ന് ആ ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കും. ഉദാഹരണത്തിന് 2005-2006 സമയത്തിൽ ഐഷർ മോട്ടോഴ്സിൽ സിദ്ധാർത്ഥ് ലാൽ CEO ആയിട്ട് ചുമതല ഏറ്റെടുത്ത് ആ കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയം. അതുപോലെ ഒരു കമ്പനിയിൽ വരുന്ന മാറ്റങ്ങളും ടെയിൽ വിൻസും മനസ്സിലാക്കി ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച്. 5, ഏറ്റവും കോമൺ ആയിട്ടുള്ള അപ്രോച്ച്. നമുക്ക് കമ്പനികളെക്കുറിച്ചും ഇൻവെസ്റ്റ്മെന്റുകളെക്കുറിച്ചും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ സെക്ടറുകളെക്കുറിച്ചും ഓരോ കമ്പനികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കമ്പനികൾ, സെക്ടറുകൾ നമ്മൾ ഫോളോ ചെയ്യും. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കും. ഉദാഹരണത്തിന് കേരളത്തിൽ വെള്ളപ്പൊക്കത്തെ സമയത്തിൽ ഫെഡറൽ ബാങ്ക്, അതുപോലെ 2018-19 സമയത്ത് അനന്തരാജ് 500 കോടി എന്റർപ്രൈസ് വാല്യൂവിന് കിട്ടുമായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു 18 രൂപ റേഞ്ചിൽ. അന്ന് NCRൽ പ്രമുഖമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർക്ക് 500 ഏക്കറിന് മുകളിലുള്ള ലാൻഡ് ബാങ്ക് തന്നെ ഉണ്ട്. നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ പ്രമുഖമായിട്ടുള്ള സ്ഥലത്ത് 1 ഏക്കറിന് 1 കോടി രൂപയാണോ വാല്യൂ. എന്നാലും